ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു another ട്യൂട്ടോറിയൽ വീഡിയോ. ഇന്ന് നമ്മൾ പാർട്ട് 5 പറയാൻ പോകുന്നത് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആണ്. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഏതൊരു ട്രേഡർ തുടങ്ങുന്ന ട്രേഡറും കേട്ടിട്ടുണ്ടാവുന്ന ഒരു ടേമാണ്. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഓൾസോ ഇസ് എൻ അഡ്വാൻസ്ഡ് ലെവൽ തിങ്, റൈറ്റ്? നമുക്കിത് പഠിച്ചെടുക്കുകയാണെങ്കിൽ നമുക്കിത് ബിഗിനർ ലെവലായിട്ട് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ഹൈ ലെവലായിട്ടും യൂസ് ചെയ്യാം. ഈ വീഡിയോയിൽ ഞാനത് എൻ്റെ അറിവ് പ്രകാരം ഞാൻ പഠിപ്പിച്ചു തരാം നിങ്ങൾക്ക് ഇൻ ദ ഈസിയസ്റ്റ് വേ, റൈറ്റ്? അതാണ് നമ്മുടെ ആഗ്രഹം. എല്ലാവരും പഠിക്കുക ഇൻ ദ ഈസിയസ്റ്റ് വേ, കോംപ്ലിക്കേറ്റഡ് ഒന്നും ആവാണ്ട് ഈസിയസ്റ്റ് വേ, റൈറ്റ്? നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം എങ്ങനെയാണ് സപ്പോർട്ട് റെസിസ്റ്റൻസ് മനസ്സിലാക്കേണ്ടത്. സോ ദ യൂഎസ്ഡിന്റെ ചാർട്ടാണ്, ഡെയിലി ടൈം ഫ്രെയിം ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഡെയിലി ടൈം ഫ്രെയിം യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ബെറ്റർ റെസിസ്റ്റൻസ് നമുക്ക് കിട്ടും. വെച്ച് കഴിഞ്ഞാൽ റെസിസ്റ്റൻസും സപ്പോർട്ടും റെസിസ്റ്റൻസും നമുക്ക് ഏതിൽ വേണമെങ്കിൽ ഡ്രോ ചെയ്യാം കേട്ടോ. ഇപ്പൊ 5 മിനിറ്റിൽ ഡ്രോ ചെയ്യാൻ പറ്റും, നമുക്ക് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്. പക്ഷെ 15 മിനിറ്റ്സിൽ ഡ്രോ ചെയ്യാൻ പറ്റും, 1 അവറിൽ ഡ്രോ ചെയ്യാൻ പറ്റും, 4 അവറിൽ ഡ്രോ ചെയ്യാൻ പറ്റും, എല്ലാത്തിലും ഡ്രോ ചെയ്യാൻ പറ്റും. വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര വേണമെങ്കിലും ഡ്രോ ചെയ്യാം, കുഴപ്പമില്ല. 4 അവേഴ്സിലും കുഴപ്പമില്ല, 1 അവറിലും കുഴപ്പമില്ല, ഒന്നും കുഴപ്പമില്ല. പക്ഷേ ദ മോർ ദ ഹയർ ദ ടൈം ഫ്രെയിം, ഹയർ ദ റെസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ട് വിൽ ഹാപ്പൻ. ഇപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ 1 ഡെയിലി ടൈം ഫ്രെയിം യൂസ് ചെയ്യുമ്പോൾ അത്രയും പവർ ഉണ്ടായിരിക്കും ആ റെസിസ്റ്റൻസിന്. സോ ഇവിടെ നമുക്ക് മനസ്സിലാക്കുക വെച്ച് കഴിഞ്ഞാൽ, കണ്ടോ, മുമ്പ് ഇവിടെ വന്ന ഒരു ഏരിയയില് വന്നപ്പോ താഴെ പോയി, ആ താഴെ പോയ ഏരിയ നമ്മുടെ റെസിസ്റ്റൻസ് ആയിട്ട് കണക്കാക്കി. സോ ആ കണക്കാക്കിയ ഏരിയയിലോട്ട് വീണ്ടും വരുമ്പോ കണ്ട വളരെയധികം സപ്ലൈ മൊമെന്റം വന്നിട്ട് താഴേക്ക് പോവാണ് സംഭവം. അപ്പൊ ആ താഴെ പോകുമ്പോ നമ്മൾ കണ്ട മുമ്പ് സപ്പോർട്ട് എടുത്ത ഏരിയന്ന് അത് താഴെ പോയി. അപ്പൊ അതെന്താ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ, ഇതാണ് സപ്പോർട്ടിന്റെ റെസിസ്റ്റൻസ്. ഒന്നുകൂടി ഞാൻ വേറെ രീതിക്ക് കാണിച്ചു തരാം നിങ്ങൾക്ക് കുറച്ചുകൂടി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ഒരു പാത്ത് ക്രിയേറ്റ് ചെയ്യാം. സോ ഇതാണ് ഒരു പാത്ത്. ഓക്കെ, yeah, it's cool, right? Okay, this is great. Wait, ഇപ്പൊ നമുക്ക് ഇതൊന്ന് മനസ്സിലാക്കേണ്ട വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ഉണ്ടാക്കി അല്ലെ? ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇത് ആദ്യം മേലേക്ക് പോയി, എന്നിട്ട് ഇവിടെ റെസിസ്റ്റ് ചെയ്തിട്ട് താഴെ പോയി, വീണ്ടും സപ്പോർട്ട് എടുത്തിട്ട് മേലെ പോയി, വീണ്ടും റെസിസ്റ്റ് ചെയ്ത് താഴെ പോയി, വീണ്ടും സപ്പോർട്ട് എടുത്ത് മേലെ പോയി, വീണ്ടും റെസിസ്റ്റ് ചെയ്തിട്ട് താഴെ പോയി. പക്ഷെ ഇവിടെ താഴെ പോയപ്പോ ആ സപ്പോർട്ട് ലെവല് ബ്രേക്ക് ചെയ്തു അല്ലേ? ഇവിടെ ഉണ്ടായിരുന്ന സപ്പോർട്ട് ലെവല് ബ്രേക്ക് ചെയ്തു ഈ ഏരിയ എത്തുമ്പോൾ. എന്നിട്ട് ആ സപ്പോർട്ട് ഇവിടെ റെസിസ്റ്റൻസ് ആവണം. കണ്ടോ, കുറച്ചുകൂടി വൃത്തിയിൽ വരയ്ക്കണം, പക്ഷെ ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമൊന്നുമില്ല, റൈറ്റ്? സോ ഈ ഏരിയ റെസിസ്റ്റൻസ് ആയിരുന്ന ഈ ഏരിയ, റൈറ്റ്? ഈ ഏരിയ സപ്പോർട്ട് റെസിസ്റ്റൻസ് ആവും. ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ആദ്യം ഉണ്ടായിരുന്ന റെസിസ്റ്റൻസ് ഏരിയ തട്ടി സപ്പോർട്ട് ബ്രേക്ക് ചെയ്തു വിചാരിക്കുക. ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ഈ ഉണ്ടായിരുന്ന സപ്പോർട്ട് എന്തായി മാറും? റെസിസ്റ്റൻസ് ആയിട്ട് മാറും. മനസ്സിലായോ? എന്നിട്ട് എന്താ സംഭവിക്കുക? പിന്നെ ഒരു പുതിയ സപ്പോർട്ട് റെസിസ്റ്റൻസ് ഉണ്ടാവും, റൈറ്റ്? അങ്ങനെയാണ് സപ്പോർട്ട് റെസിസ്റ്റൻസ് സംഭവിക്കുന്നത്. അപ്പൊ ഇത് എപ്പോഴും ചേഞ്ച് ചെയ്തു കിട്ടാ, ഇത് എപ്പോഴും ചേഞ്ചിങ് ആണ്. അപ്പൊ ഇവിടെ നമുക്ക് നോക്കി എന്താ മനസ്സിലാക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു റെസിസ്റ്റൻസ് ഏരിയ ആണ്, ഇതൊരു സപ്പോർട്ട് ഏരിയ ആണ്, റൈറ്റ്? ഇതുവരെ സപ്പോർട്ട് ഏരിയ ആയിരുന്നു, ടച്ച് ചെയ്തപ്പോ മേലെ പോയി. പക്ഷെ ഈ സപ്പോർട്ട് ഏരിയ വാസ് താഴേക്ക് പോയി, റൈറ്റ്? ആ സപ്പോർട്ട് ഏരിയ താഴെ പോയപ്പോ എന്തായി? ഇറ്റ് ബിക്കെയിം എ റെസിസ്റ്റൻസ് ഏരിയ, റൈറ്റ്? പിന്നെ ഇത് മേലേക്ക് വന്നിട്ടില്ല, പക്ഷെ ഇത് മേലേക്ക് വന്ന് ടച്ച് ചെയ്യുകയാണെങ്കിൽ പോലും അത് താഴേക്ക് പോകും. എന്തുകൊണ്ടാ? ആ സപ്പോർട്ട് വാസ് ബ്രേക്കൺ ഔട്ട് ടു റെസിസ്റ്റൻസ്. ആ സപ്പോർട്ട് ബിക്കെയിം എ റെസിസ്റ്റൻസ്, അല്ലെ? അത്രേ ഉള്ളൂ. ഇത് കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട സംഭവമൊന്നുമല്ല. സപ്പോർട്ട് റെസിസ്റ്റൻസ് ഉണ്ടാക്കി. അപ്പൊ ഇവിടെ മാച്ചിന് ഇവിടെ സപ്പോർട്ടായി. ഓക്കെ, മനസ്സിലായ? ഇപ്പൊ ഇത് സപ്പോർട്ടായി. ആ സപ്പോർട്ടിനെ വീണ്ടും ബ്രേക്ക് ചെയ്ത് വീണ്ടും ഇത് റെസിസ്റ്റൻസ് ആവും. കണ്ട,
അങ്ങനെയാണ് സംഭവം പോകുന്നത്. പക്ഷെ ഇതിന്റെ ഇപ്പൊ കണ്ടോ യൂണിവേഴ്സിറ്റിയിൽ ഇത് എപ്പോഴും വർക്ക് ആവണമെന്നില്ല. ഇത് എപ്പോഴും വർക്ക് ആവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അത് നിങ്ങൾ എങ്ങനെ അത് കാണുന്നു എന്നാണ്. ഇവിടുന്ന് നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലാക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഈ സപ്പോർട്ട് റെസിസ്റ്റൻസും ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്തു എന്ന് വിചാരിച്ച് എന്താ മനസ്സിലാക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ബെയറിഷ് മൊമെന്റം കൂടി, റൈറ്റ്? ബെയറിഷ് മൊമെന്റം കൂടി ഇവിടെ. അല്ലാണ്ട് ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യില്ല. വെച്ചാൽ അത്രയും ഡെയിലി ടൈം ഫ്രെയിമിന്റെ സപ്പോർട്ടാണ്. അത് ബ്രേക്ക് ചെയ്യണമെങ്കിൽ ബെയറിഷ് മൊമെന്റം കൂടണം. അപ്പൊ ആ ബെയറിഷ് മൊമെന്റം കൂടി നിങ്ങൾക്ക് എന്താ മനസ്സിലാവേണ്ടത്? മാർക്കറ്റ് സെല്ലിംഗ് ആണ് കൂടുതൽ നടക്കേണ്ടത്. അപ്പൊ സെല്ലാണ് എടുക്കേണ്ടത് കൂടുതൽ, റൈറ്റ്? അപ്പോ നിങ്ങൾ ബൈ എടുക്കാണ്ടിരിക്കുക. അപ്പൊ ആ ഒരു ഇൻഡിക്കേറ്റർ എന്ന രീതിക്ക് നമുക്ക് റെസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോ റെസിസ്റ്റൻസ് ആണ് ബ്രേക്ക് ചെയ്തെങ്കിൽ നമുക്കറിയാം അത് മേലേക്കാണ് പോണത്. അപ്പൊ നമ്മൾ ബൈയിങ് ആണ് കൂടുതൽ എടുക്കുക. അപ്പൊ അങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത്. ഒരു ലാസ്റ്റത്തെ റെസിസ്റ്റൻസും സപ്പോർട്ടും നിന്ന് നിങ്ങൾക്ക് കുറെ രീതിക്ക് കാര്യം മനസ്സിലാക്കാൻ പറ്റും. ഒരു ഇൻഡിക്കേറ്റർ ആയിട്ട് യൂസ് ചെയ്യാം, റെസിസ്റ്റൻസും സപ്പോർട്ടായിട്ട് യൂസ് ചെയ്യാം, പിന്നെ വേറൊരു രീതിക്കും യൂസ് ചെയ്യാം, ട്രെൻഡ് ലൈൻ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്. പക്ഷെ അതിനു മുമ്പ് നിങ്ങൾക്ക് ട്രെൻഡ് ലൈൻ എങ്ങനെ വരയ്ക്കേണ്ടതെന്ന് അറിയണം, എങ്ങനെ അത് യൂസ് ചെയ്യണം എന്നൊക്കെ അറിയണം. പക്ഷെ അത് ഇച്ചിരി അഡ്വാൻസ് ലെവലാണ്. അത് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഞാനത് വേറൊരു വീഡിയോയിൽ പറഞ്ഞുതരാം. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെൻഡ് ലൈൻ വരയ്ക്കേണ്ട രീതി വിൽ ബി ഡിഫറെന്റ് ഫോർ ഡിഫറെന്റ് പീപ്പിൾ. ഞാൻ ഈ വരയ്ക്കുന്ന രീതി ആയിരിക്കില്ല വേറെ ആൾ വരയ്ക്കുന്നുണ്ടാവുക. സോ അതൊക്കെ സ്ട്രാറ്റജി അലൈൻ ചെയ്തിട്ട് വേണം വരയ്ക്കാനായിട്ട്. സോ ഇത്രയും മനസ്സിലാക്കുക സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്. ഇതാണ് ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസിന്റെ മെയിൻ ഒരു സംഭവം വെച്ച് കഴിഞ്ഞാൽ ഇതാണ് റെസിസ്റ്റൻസ് ഏരിയ എന്ന്. സപ്പോർട്ട് ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സപ്പോർട്ട് ഏരിയ വിൽ ബിക്കം ദ റെസിസ്റ്റൻസ് ഏരിയ. അത് മനസ്സിലാക്കുക. ഇഫ് ഓപ്പോസിറ്റ് രീതിക്ക് സംഭവിക്കുകയാണെങ്കിൽ ഇപ്പൊ ഓപ്പോസിറ്റ് രീതിക്ക് സംഭവിക്കുകയാണെങ്കിൽ ഇതാണ് മേലേക്ക് പോകണമെങ്കിൽ എന്താ മനസ്സിലാക്കേണ്ടത്? ഈ റെസിസ്റ്റൻസ് എന്താവും? സപ്പോർട്ടാവും. ബ്യൂട്ടിഫുൾ, റൈറ്റ്? അപ്പൊ ആ റെസിസ്റ്റൻസ് സപ്പോർട്ടാവും. ഒന്നുകൂടി കാണിച്ചു തരാം. ഓക്കെ, ആ റെസിസ്റ്റൻസ് സപ്പോർട്ട് ചെയ്തിട്ട് മേലേക്ക് പോകും, റൈറ്റ്? അങ്ങനെയാണ് സംഭവം. അതും മനസ്സിലാക്കുക. ആദ്യം എന്താ മനസ്സിലാക്കിയത്? സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത റെസിസ്റ്റൻസ് ആവും, റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത സപ്പോർട്ട് ആവും. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ഇതെന്താ മനസ്സിലാക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇത് ബുള്ളിഷ് മൊമെന്റ് ആണ് ഇവിടെ കൂടുതൽ. ഇവിടെ ആയിരുന്നു ബ്രേക്ക് താഴേക്കാണ് പോകണമെങ്കിൽ എന്താന്ന് മനസ്സിലാക്കേണ്ടത്? സെല്ലിംഗ് പ്രഷറാണ് ഇവിടെ കൂടുതൽ. സോ അങ്ങനെയൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്യുക. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് അമേസിംഗ് ആണ്. നിങ്ങൾ ട്രേഡിങ്ങിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ചിലർ പറയും അത് ബേസിക് ലെവലാണ്, എനിക്കറിയാം. പക്ഷേ ഇത് യൂസ് ചെയ്യേണ്ട രീതിക്ക് യൂസ് ചെയ്താൽ ഇറ്റ് ഈസ് അബ്സല്യൂട്ട്ലി അമേസിങ്, റൈറ്റ്? ചില സമയത്ത് ഈസിയസ്റ്റ് തിങ്സ് ആണ് നമുക്ക് പ്രോഫിറ്റും ലോസും ഒക്കെ ഉണ്ടാക്കാനും ട്രേഡിങ്ങിൽ സ്ട്രാറ്റജി ആയിട്ടൊക്കെ യൂസ് ചെയ്യാനൊക്കെ സിമ്പിൾ തിങ്സ് ആണ് ശരിക്കും ഹാപ്പൻ ചെയ്യുക. അല്ലാണ്ട് വലിയ സംഭവം നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യാനൊക്കെ സാധിക്കും. സോ ദാറ്റ് ബീങ് സെഡ്, നിങ്ങൾ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് പഠിച്ചു എന്ന് വിചാരിക്കണു. അതിന്റെ ഇമ്പോർട്ടൻസ്, അതിന്റെ ഇംപ്ലിക്കേഷൻസ് മനസ്സിലാക്കി എന്ന് വിചാരിക്കണു. അത്രേ ഉള്ളൂ. വലിയ ഡീപ്പായിട്ടൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ചിന്തിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇത് അഡ്വാൻസ് ലെവലിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നിങ്ങളുടെ സ്ട്രാറ്റജി ആയിട്ട് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്ത് മാറ്റാൻ സാധിക്കുന്ന ഒരു സംഭവമാണ്. ചെറുതാക്കി കുട്ടിയായിട്ട് കണക്കാക്കേണ്ട സംഭവം കിടുവാണ് ആക്ച്വലി, റൈറ്റ്? സോ ഒരു പുതിയ വീഡിയോയിൽ കാണാം. താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ് പാർട്ട് 6, റൈറ്റ്? പാർട്ട് 6 കാണാം നമുക്കിനി. താങ്ക് യു ഗൈസ്. പീസ് ഔട്ട്.